അടുത്തതായിട്ട് നമ്മൾക്ക് ഒരു ഡിസിപ്ലിനറി പ്രോബ്ലം എന്താണെന്നും ഒരു ഡിസിപ്ലിനറി ആക്ഷൻ എന്താണെന്നും ഒന്ന് നോക്കാം. സോ ഫസ്റ്റ് ലെറ്റ്സ് സീ വാട്ട് ഈസ് എ ഡിസിപ്ലിനറി പ്രോബ്ലം. A disciplinary problem is any activity or behavior of a student which violates the academic rules and regulations. So academic റൂൾസിനെയോ റെഗുലേഷൻസിനെയോ വയലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തിനെയാണ് ഡിസിപ്ലിനറി പ്രോബ്ലം എന്ന് പറയുക. So disciplinary problem is any activity or behavior of a student which violates the academic rules and regulation. It is also considered as an inappropriate academic conduct of the student against the disciplinary action can be taken. സോ അക്കാഡമിക് കണ്ടക്റ്റിന് ചേരാത്ത രീതിയിൽ ഏതെങ്കിലും തരത്തിൽ കുട്ടി പ്രവർത്തിക്കുകയാണ് എങ്കിൽ അതിനെയും ഡിസിപ്ലിനറി പ്രോബ്ലം എന്ന് പറയാം. So it is an inappropriate academic conduct of the student against which disciplinary actions can be taken. So this is what a disciplinary problem is. റൂൾസിനോ റെഗുലേഷൻസിനോ ചേരാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നതോ അക്കാഡമിക് കണ്ടക്റ്റിന് ചേരാത്ത രീതിയിൽ ഒരു കുട്ടി പ്രവർത്തിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെതിരെ നമ്മൾക്ക് ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാനായിട്ടും പറ്റും. ഈ ഒരു പ്രവൃത്തിനെയാണ് ഡിസിപ്ലിനറി പ്രോബ്ലം എന്ന് പറയുന്നത്. Now about disciplinary action. Disciplinary action refers to penalties or sanctions imposed for violation of academic regulations against behavior judged as inappropriate for academic conduct. സോ അക്കാഡമിക് കണ്ടക്റ്റിന് ചേരാത്ത ഒരു രീതിയിൽ ഒരു കുട്ടി പ്രവർത്തിക്കുമ്പോൾ അതിനെതിരെ നമ്മൾ കൊടുക്കുന്ന പെനാൽറ്റീസിനെയോ സാങ്ഷൻസിനെയോ ആണ് ഡിസിപ്ലിനറി ആക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഇത് നോക്കാം. ഡിസിപ്ലിനറി ആക്ഷൻ ഇറ്റ് റെഫേഴ്സ് ടു പെനാൽറ്റീസ് ഓർ സാങ്ഷൻസ് imposed for violation of academic regulations against behavior judged as inappropriate for academic conduct. സോ അക്കാഡമിക് കണ്ടക്റ്റിന് ചേരാത്ത രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അതിനെതിരെ കൊടുക്കുന്ന പെനാൽറ്റീസിനെയും സാങ്ഷൻസിനെയാണ് ഡിസിപ്ലിനറി ആക്ഷൻസ് എന്ന് പറയുന്നത്. Now let's see the different types of disciplinary actions. So കുറച്ച് ടൈപ്സ് ഓഫ് ഡിസിപ്ലിനറി ആക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ. നമ്മൾ സിനിമയിലൊക്കെ കാണുന്നതും അതുപോലെ തന്നെ കോളേജിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഡിസ്മിസിൽ കണ്ടിട്ടുണ്ടാവും, സസ്പെൻഷൻ കണ്ടിട്ടുണ്ടാവും അല്ലേ. അതുപോലെ തന്നെ കുറച്ച് വേറെ ടൈപ്സ് ഓഫ് ഡിസിപ്ലിനറി ആക്ഷൻസും കൂടിയുണ്ട്. ഇതൊക്കെ ഓരോന്നും എന്താണെന്ന് നമ്മൾക്ക് കാണാം. സോ ദ ഫസ്റ്റ് ഡിസിപ്ലിനറി ആക്ഷൻ ഇസ് ഡിസിപ്ലിനറി വാർണിംഗ്. Disciplinary warning, a notice to a student either verbally or in writing that he or she has been in violation of the rules of the student conduct or has failed to satisfy the college's expectation regarding the conduct. So disciplinary warning ഇല്ല നമ്മൾ ചെയ്യുക ഒന്നെങ്കിൽ ഒരു റിട്ടൺ ആയിട്ടുള്ള നോട്ടീസോ അല്ലെങ്കിൽ ഒരു വെർബൽ ആയിട്ടുള്ള വാണിങ്ങോ ഒരു കുട്ടിക്ക് കൊടുക്കും. ഇതിൽ നമ്മൾ പറയുക, നീ കോളേജിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അബൈഡ് ചെയ്തില്ല, അല്ലെങ്കിൽ ഞങ്ങൾ നിന്നിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്ത ഒരു ബിഹേവിയർ അല്ല നീ കാഴ്ച വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരു വാണിംഗ് കൊടുക്കുന്ന പ്രോസസ്സാണ് ഡിസിപ്ലിനറി വാർണിംഗ്. A notice is given to a student either verbally or in writing. In the notice we say that he or she has been in violation of the rules of the student conduct or has failed to satisfy the college's expectations regarding the conduct. It also implies that continuation or repetition of the specific conduct involved or other misconduct will result in one or more serious disciplinary action. സോ ഇതിൽ ഒരു കാര്യം കൂടെ നമ്മൾ പറയും, ഇനി ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്താൽ അല്ലെങ്കിൽ കോളേജിന് ചേരാത്ത ഒരു പ്രവൃത്തി ചെയ്താൽ നിനക്കെതിരെ ഒന്നോ അതിൽ കൂടുതലോ സീരിയസ് ആയിട്ടുള്ള ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുന്നതായിരിക്കും.
So this is disciplinary warning. ക്ലാസ്സിൽ ടീച്ചേഴ്സ് പറയാറില്ലേ ഇനി ഇങ്ങനെ ചെയ്താൽ ഇതായിരിക്കും നിനക്ക് ഉണ്ടാവുന്ന കോൺസിക്വൻസസ്. ദാറ്റ് ഇസ് എക്സാക്ട്ലി ഡിസിപ്ലിനറി വാർണിംഗ്. So here a notice is given to a student either verbally or in writing that he has violated the rules of the college or has failed to satisfy the expectations of the conduct. It also says that if the student continues to repeat this particular misconduct or commits another misconduct, he will be liable to have one or more serious disciplinary actions. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഡിസിപ്ലിനറി ആക്ഷൻ ആണ് റെപ്രിമാൻഡ്. സോ ആദ്യമേ നമ്മൾ കണ്ടത് ഡിസിപ്ലിനറി വാർണിംഗ്, രണ്ടാമത്തെ ടൈപ്പാണ് റെപ്രിമാൻഡ്. ഇൻ റെപ്രിമാൻഡ് a verbal or a written recognition of a violation of a good conduct which admonishes the offender to avoid future infractions. So മറ്റടുത്ത് ടീച്ചർ പറയുകയാണ് നീ തെറ്റ് ചെയ്തു എന്ന് മാത്രം. ഇവിടെ അതല്ല സംഭവിക്കുക. ഇത് ഒരു റെക്കഗ്നിഷൻ ആണ്, ഒരു വെർബൽ അല്ലെങ്കിൽ റിട്ടൺ റെക്കഗ്നിഷൻ ആണ്. നമ്മൾ അപ്പോളജി ലെറ്റർ ഒക്കെ എഴുതുന്ന പോലെ ഇവിടെ കുട്ടിയും കൂടെ അംഗീകരിക്കുന്നുണ്ട് ഞാൻ ചെയ്തത് ശരിയല്ല എന്ന്. So here a verbal or a written recognition of a violation of a good conduct which admonishes the offender to avoid future infractions. So ഞാൻ ഇന്ന തെറ്റ് ചെയ്തു, ഇത് ശരിയായില്ല, ഇനി ഭാവിയിൽ ഞാൻ ഇത് ചെയ്യില്ല എന്ന് പറയുന്ന പ്രോസസ്സാണ് റെപ്രിമൻഡ്. It is always made in writing, although it can be sometimes verbal. ടീച്ചേഴ്സുമായിട്ട് ചെറിയ മിസ്കണ്ടക്റ്റ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു വെർബൽ പ്രോമിസറി നോട്ട് കൊടുത്തെന്ന് വരാം. പക്ഷേ ഐഡിയലി ഇറ്റ് ഷുഡ് ബി ഓൾവേസ് ഇൻ റൈറ്റിംഗ്. It indicates to the student that continuation or repetition of specific conduct involved or other misconduct will result in one or more serious disciplinary actions. സോ ഇവിടെ ഒരു കാര്യം കൂടെ പറയും, ഇനി ഇത് റിപ്പീറ്റ് ചെയ്താലോ ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരു മിസ്കണ്ടക്ട് ഉണ്ടായാലോ ഞാൻ ഇന്ന ഡിസിപ്ലിനറി ആക്ഷൻസ് സ്വീകരിക്കാൻ റെഡിയാണ് എന്ന് കൂടെ ആക്സെപ്റ്റ് ചെയ്യും. സോ ദാറ്റ് ഈസ് റെപ്രിമൻഡ്. Here a verbal or a written recognition of a violation of a good conduct is made and it is done in order to avoid future infractions. It is usually made in writing. It also indicates that a serious disciplinary action may be taken against the student if the student commits a misconduct again. The next is disciplinary probation. So disciplinary probation, it is a disciplinary action that returns the offender to the college community on his or her promise of appropriate future behavior. So ഇതൊരു സസ്പെൻഷനോട് തുല്യമാണ്. ഡിസിപ്ലിനറി പ്രൊബേഷൻ എടുക്കുമ്പോൾ ഇനി കോളേജിൽ കുട്ടിക്ക് കയറണമെങ്കിൽ കുട്ടി ഇനി ഞാൻ മര്യാദയ്ക്ക് നടന്നോളാം എന്ന ഒരു പ്രോമിസറി നോട്ട് കൊടുത്താൽ മാത്രമേ കുട്ടീനെ കോളേജിലേക്ക് കയറ്റാൻ പോലും സമ്മതിക്കുള്ളൂ. So a disciplinary action that returns the offender to the college community on his or her promise of appropriate future behavior. It may include but is not limited to ineligibility to participate in extracurricular activities and certain other student privileges. So ചിലപ്പോൾ ഡിസിപ്ലിനറി പ്രൊബേഷൻ്റെ ഭാഗമായിട്ട് കോളേജിൽ നടക്കുന്ന എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റുഡൻറ്റ് പ്രിവിലേജസ്, അതായത് ക്യാൻറ്റീൻ യൂസ് ചെയ്യാൻ, ലൈബ്രറി ഫെസിലിറ്റി യൂസ് ചെയ്യാനൊക്കെയുള്ള സ്റ്റുഡൻറ്റ് പ്രിവിലേജസിൽ നിന്ന് ഈ കുട്ടീനെ മാറ്റി നിർത്തുകയോ ചെയ്യാം. എപ്പോഴും ചെയ്യണം എന്നില്ല, ചിലപ്പോൾ നമ്മൾക്ക് ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. Formal action placing conditions upon students' continued attendance for violation of the code of conduct is given. So ഇനി ഇങ്ങനെ ഒരു വയലേഷൻ ഉണ്ടാവുകയാണെങ്കിൽ എന്താണ് ഫോർമലായിട്ട് നടക്കാൻ പോകുന്ന ആക്ഷൻ അല്ലെങ്കിൽ എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നത് എന്നും കൂടെ ക്ലിയർ ആയിട്ട് ഇവിടെ പറയും. സോ ഡിസിപ്ലിനറി പ്രൊബേഷൻ എന്ന് പറയുമ്പോൾ ഒരു കുട്ടി സീരിയസ് ആയിട്ടുള്ള ഒരു മിസ്കണ്ടക്ട് കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി കോളേജിൽ കയറണമെങ്കിൽ ഒരു പ്രോമിസറി നോട്ട് കൊടുക്കുന്ന ഒരു രീതിയാണ് ഡിസിപ്ലിനറി പ്രൊബേഷൻ. ഇവിടെ ചിലപ്പോൾ കുട്ടികളെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ നിന്നോ സ്റ്റുഡൻറ്റ് പ്രിവിലേജസിൽ നിന്നോ മാറ്റി നിർത്തി എന്ന് വരാം. ആൻഡ് ഇവിടെ ഫോർമൽ ആക്ഷൻസ് എന്താണ്